ആ ആ അതിനെ കുറിച്ച് ആള് വന്നിട്ടുണ്ട്. സൂക്ഷിച്ചു. ഇതാണ് മോൾ ഡയാന. കൊച്ചിന്റെ മമ്മ ഹോസ്പിറ്റലാണ്, സുഖല്ലുണ്ട്, അഡ്മിറ്റ് ആണ്. അതാണ് മുറി തുറന്നിട്ടേക്കണല്ലേ. വാ സാറേ. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടാ. ബാത്റൂം മാത്രം അപ്പുറത്താണ്. ഭയങ്കര കാറ്റാണ് കേട്ടാ, ഫാനൊന്നും വേണ്ട. ആ മോളെ 6 മാസത്തെ അഡ്വാൻസ് 10,000 രൂപ പാടാ. പുള്ളി അമ്മയ്ക്ക്. പിന്നെ പുള്ളി വേറെ കാര്യം ചോദിച്ചു. മൂപ്പർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ എപ്പോഴും അതെ വയറ്റിനത്ര പിടിക്കൂലെന്ന്. നമ്മുടെ കിച്ചനോടൊന്ന് ഉപയോഗിച്ചോട്ടും ചോദിച്ചു. അല്ല ഭക്ഷണം പുള്ളി വെച്ച് കഴിച്ചോളൂ. ഏയ് അതൊക്കെ ബുദ്ധിമുട്ടാവും. കാലത്ത് 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, അത്രേ ഉള്ളൂ. എങ്കിൽ വാടക കൂട്ടി തരാന്ന്. എത്ര തരും? 15 പറയാം, മൂപ്പര് തരും. ഞാൻ അമ്മയോട് ചോദിക്കട്ടെ. എന്നാ കഴിക്കാനുണ്ട്? ഹേയ് ഞാൻ ഉണ്ടായിക്കോളാം. അതെന്നാ ഞാൻ ഉണ്ടാക്കിയാ കഴിക്കൂലേ? ഹേയ് അതുകൊണ്ടല്ല, ഉണ്ടായിക്കോ. ഇത് കഴിയട്ടെ. ആ സമയത്താ മമ്മയുടെ ട്രീറ്റ്മെന്റും സർജറിയും ഒക്കെ. മമ്മ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാണ്. ഇടയ്ക്ക് ഞാനും അയാളും വീട്ടിൽ ഒറ്റയ്ക്കാവും. ഞാൻ കുറച്ച് മീൻകറി ഉണ്ടാക്കിയിരുന്നു, ട്രൈ ചെയ്ത് നോക്കി. എങ്ങനെയുണ്ട്? കൊള്ളാലോ, സൂപ്പർ. ഓഫീസിലേക്കാണോ? അതെ. മമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ തന്നെ. പോരുന്നോ? എപ്പോഴാണ് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല. നാട്ടിൽ ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറച്ചൊന്നും വെച്ചില്ല. ആ ഫ്രാങ്ക്നെസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അയാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം. ക്രൈസിസിൻ്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു അയാളുടെ സപ്പോർട്ടും കെയറും. പലപ്പോഴും ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി അയാളും അമ്മയെ നോക്കി, അയാളുടെ അമ്മയെ പോലെ തന്നെ. അത് പക്ഷേ അയാൾ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്തു. ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കലിപ്പായിരുന്നു. തീരുമാനം എടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കണമെന്നും അമ്മ പറഞ്ഞതാ. പക്ഷെ ഞാൻ കേട്ടില്ല. ഒരു പ്രത്യേക ക്യാരക്ടർ അയാളുടെ. മദ്യം കഴിക്കില്ല, ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല. എനിക്ക് അയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഐഷു. ചിലപ്പോൾ ഭയങ്കര സ്നേഹ, അത് റിയൽ ആണോ അഭിനയാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല. ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നും. പെർവേർട്ടഡ് സെക്ഷൽ മേനിയ. അതില്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷർ. വൈഫിൻ്റെ അടുത്തും അയാളിങ്ങനെ ആവോ? അതറിയില്ല. ആയിരിക്കും. നിനക്ക് അറിഞ്ഞൂടെ, ഇതൊരു തരം അസുഖ. പാർട്ട്ണറെ വേദനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ. വെറുതെ എന്തിനാ സഹിക്കുന്നത്? അയാൾ ഒഴിവാക്കിക്കൂടെ നിനക്ക്? ഞാൻ ആലോചിക്കാറുണ്ട്. മമ്മയോട് പറയാൻ പറ്റാത്തോണ്ടാ. അതും കൂടെ താങ്ങാൻ പറ്റില്ല ആ പാവത്തിന്. ഞാൻ മോളുടെ പ്രോഗ്രാംസ് ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഇവള് കാണിച്ചു തരും. ആണോ? മമ്മയ്ക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. കുറെ പാട്ട് കേൾക്കും, പിന്നെ യൂട്യൂബും OTT മൂവീസൊക്കെ. ഞാൻ ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ച് കൊടുക്കും. ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ മാമ, കുറച്ച് തിരക്കുണ്ട്. ഓക്കെ. എപ്പോൾ എത്തും പുള്ളിക്കാരൻ? ഓഫീസിൽ നിന്ന് ഇറങ്ങിയ കുറെ ഉത്തേജക മരുന്നുകൾ വാങ്ങി വരും. നീ എനിക്ക് കുറച്ച് ക്യാഷ് തരുമോ? ഒരു 5,000. നാളെ മമ്മയുടെ മരുന്ന് വാങ്ങിക്കണം. നല്ല വിലയാ. ഡബിങ് നടന്നെങ്കിൽ ഉണ്ടായിരുന്നേനെ. എല്ലാത്തിനും അയാളോട് ചോദിക്കാൻ ഒരു മടി. ഞാൻ ഇപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്യാം. ഡോണ്ട് വറി. ഓക്കെ. ഒരു വര വരച്ചു, ഒരു കുത്തിട്ടു. ഐ ഫോർ ഐസ്ക്രീം. ഓക്കേടാ, അപ്പൊ ശരി.
എടി മോളെ നിന്റെ അച്ഛൻ അവിടെ നിൽക്കാൻ പറയണേ. ഇന്നേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അച്ഛമ്മ അമ്പലത്തിൽ പോയില്ലെങ്കിലും ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു. ഇന്നാ പ്രസാദം കൊണ്ടുപോയി കൊടുത്തു നോക്കേ, മേടിക്കുമെന്ന് അറിയില്ല. എനിക്കെങ്ങും വേണ്ട. ഓ എന്നതാ ഞാൻ കമ്മ്യൂണിസ്റ്റ് കാര്യം, എനിക്കൊന്നും വിശ്വാസമില്ല. അങ്ങനെയൊന്നും അറിയത്തില്ലാത്ത പോലെ. അച്ഛന്റെ പെൻഷൻ വാങ്ങാം, അച്ഛൻ കൊണ്ടുവന്ന പ്രസാദം വാങ്ങാൻ പറ്റത്തില്ല. അതെ ഇവിടെ തന്നെ ആയാമേ. നീ എന്റെ ഇത് മേടിക്കും കേട്ടോ. പെൻഷനേ എന്റെ അവകാശമാ, അത് ഞാൻ വാങ്ങിക്കും. അതുപോലാണോ ഇത്? വെഡിങ് ആനിവേഴ്സറി കരുതിന് വേണ്ട ഞാൻ ആചരിക്കാൻ പോകുന്നത്. അത് ശരിക്ക് എടി അച്ഛൻ ചായ എടുക്ക്. വേണ്ട മോളെ, ഞാൻ കുടിച്ചതാ. ഇന്നത്തെ പേപ്പറല്ലേ ഇത്? അച്ഛൻ ഇന്ന് ഇവിടുന്നുണ്ടാവേ. പൈലപ്പൻ ചേട്ടനെ വിളിച്ചോ, സച്ചിയോടും കാര്യത്തോടും ഞാൻ വരാൻ പറയാം. നിന്റെ അമ്മായിമ്മ വെച്ച് വിളമ്പി തരുമെങ്കിൽ ഞാൻ ഉണ്ണാം. വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടാം വെച്ചുണ്ടാക്കി. അതിന് ഇവിടെ ആരുടെയും മോചാരം വേണ്ട. നീ സിതാര മോളെ അങ്ങോട്ട് പോരെ, നമുക്ക് അവിടെ നിന്നുണ്ടാം. നിന്റെ അമ്മ വരുമെങ്കിൽ അവളെ കൂട്ടിക്കോ. സഖാവേ പോയാലോ? ഞാനൊക്കെ വരികയില്ല. എടാ എന്നാ നിങ്ങൾ അവിടെ നിന്ന് പോരുമ്പോ ഞാൻ കുറച്ച് പായസം തന്നു വിടാം. അത് ചിലപ്പോ കുടിക്കുമായിരിക്കും. അച്ഛമ്മ അതേ കറുത്ത തുണി എന്നാത്തിനാ? കരിങ്ങോടി കെട്ടാൻ അച്ഛമ്മ പറഞ്ഞില്ലേ? ഈശ്വര, ഇതും തുടങ്ങിയോ? ഇത് മരുന്നിനടി പുതിയ ഐറ്റം. എന്തോന്ന് പുതിയ ഐറ്റം? കണ്ണി കണ്ട ലേഹമൊക്കെ വലിച്ചു വരെ തിന്നുന്നതും പോരാഞ്ഞിട്ടാണോ ദേ എല്ലാം കൂടി എടുത്ത് ഞാൻ കെഞ്ചിലിടുവേ. ഇതിന്റെ എഫക്റ്റ് നീ കണ്ടോടി? എനിക്കൊന്നും കാണണ്ട, കണ്ടെടുത്തോളം തന്നെ ധാരാളം. ഓ ഇലിക്കല്ലേ വിവേകേട്ടൻ വീട്ടിൽ വന്ന രാത്രി ഒന്ന് തോർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. ഞാൻ എന്നാ ഡ്രാഗുളയാ? അല്ലേ? വിവേകേട്ടാ, എനിക്ക് മതിയായി ഈ പരിപാടി. 5-6 കൊല്ലായി എനിക്കിത് സഹിക്കാൻ വയ്യ. ദേഹം മുഴുവൻ നീറ്റല. ഇത് ഒരു തരം മാനസിക രോഗ. ഇതിന് ചികിത്സിക്കാ വേണ്ടത്. അത് പറഞ്ഞ് കേൾക്കത്തില്ലല്ലോ. നീ എന്നെ മാനസിക രോഗിയാക്കി അല്ലേ? ഞാൻ മാനസിക രോഗി ഉള്ളതാ. ഇത് പിന്നെ വേറെ എന്നാ? എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ ഞാൻ അങ്ങനെ പലതും ചെയ്യും. അതെന്റെ ഇഷ്ടം. ബാക്കിയുള്ളവർക്കുണ്ട് സാറ്റിസ്ഫാക്ഷൻ. ഉണ്ടോ? എന്നിട്ട് എന്നാ നീ ഇത് പറയാൻ? എന്നാ പറയാ? നീ എന്റെ ഭാര്യയോ? അതിന് അനുസരിക്കണം. അനുസരിക്കണ്ടേ? മനസ്സില്ല. തമാശകളാ. ഇനി അമ്മ വിളിച്ച് ചോദിക്കുമ്പോ മച്ച പൊളിച്ച് താഴെ വീടുതാന്ന് ഞാൻ പറയട്ടെ. മതിയോ? വീട്ടിലേക്ക് പോന്നാ വിളിക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? മമ്മ മരിച്ചു. ആരുമില്ല. വിവേകത്തില്ലേ?